ആർ.എം.പിയുടെ വോട്ടുകൾ ഇത്തവണ യു.ഡി.എഫിന് ലഭിച്ചിട്ടില്ലെന്ന് വടകരയിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പി ജയരാജൻ. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആർ.എം.പി ഇല്ലാതാകും. ആർ.എം.പിയുടെ സ്ഥാപക നേതാവിന്റെ നിലപാടുകളിൽ നിന്ന് പാർട്ടി ഏറെ മാറിപ്പോയി. തോൽവി മുന്നിൽ കണ്ടാണ് അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് യു.ഡി.എഫ് പറയുന്നതെന്നും ജയരാജൻ പറഞ്ഞു. മികച്ച പോരാട്ടം നടന്ന വടകരയിൽ ഇക്കുറി വലിയ പോളിംഗ് തന്നെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ തികഞ്ഞ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥി പി ജയരാജൻ നമുക്കിപ്പം ചേരുകയാണ്. വലിയ തരത്തിൽ പോളിംഗ് വടകരയിൽ നടന്നിരിക്കുന്നു. ഇത് എന്തിൻ്റെ സൂചകമാണ്? അല്ല, ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടർമാർ കൂടുതലായി പങ്കെടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതിൽ കേരളത്തിന് അഭിമാനിക്കാം. പക്ഷേ കോൺഗ്രസിനോ മറ്റു പാർട്ടികൾക്കോ അഭിമാനിക്കാൻ അതിന് വകയില്ല. കാരണം ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസും അതുപോലെയുള്ള മറ്റു പാർട്ടികളും പ്രവർത്തിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനം ഇത്രത്തോളം ഉയർന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയ ബോധമുളവാക്കുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ പ്രധാനമാണ്. അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ നല്ല പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കാനിടയായത് 5 വർഷം രാജ്യം ഭരിച്ചിട്ടുള്ള BJP ഭരണത്തിനെതിരായിട്ടുള്ള ജനാതൃപ്തിയാണ്. ആ ഭരണത്തെ പുറത്താക്കണം എന്നുള്ള ജനവികാരമാണ് ഈ വർദ്ധിച്ച പോളിംഗ് ശതമാനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി വന്നപ്പോൾ മുതൽ പറയുന്നതാണ് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തിപരമായി ഒരു കാര്യവും പറയില്ല എന്ന്. പക്ഷേ വ്യക്തിപരമായി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരാൾ താങ്കളായിരിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളിൽ. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അക്കാര്യം കൂടി. അല്ല, ഈ പറഞ്ഞ വാക്ക് പാലിക്കാൻ തയ്യാറാവാത്ത ആളാണ് UDF സ്ഥാനാർത്ഥിയെന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിക്കില്ല. പക്ഷേ അദ്ദേഹം നടത്തിയ കുടുംബ മീറ്റിങ്ങിൻ്റെ പ്രസംഗങ്ങൾ അതൊക്കെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അയാൾ വ്യക്തിഹത്യ നടത്തുന്ന പ്രചരണം തന്നെയാണ് നടത്തിയത്. പക്ഷേ ഞാനൊരിക്കലും അദ്ദേഹത്തെ ഹത്യ നടത്തുന്നതിനുള്ള പ്രചരണം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം ഒരു CPM പ്രവർത്തകരെന്ന നിലക്ക് അത്തരത്തിലുള്ള നിരവധി ആക്ഷേപങ്ങൾ എനിക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം ആക്ഷേപങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കുന്ന പാർട്ടിയാണല്ലോ CPM. അപ്പോൾ CPMൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തകനെന്ന നിലക്ക് എന്നെ വിശ്വസിച്ചുകൊണ്ടാണ് പാർട്ടി ഈ സ്ഥാനാർത്ഥിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണ 70,000-ലധികം വോട്ടുകൾ BJP വടകരയിൽ നേടിയിരുന്നു. പക്ഷേ ഇക്കുറി BJP ശക്തമായ പ്രചാരണം നടത്തില്ല എന്ന് LDFിൻ്റെ അടുത്തുനിന്നും മറ്റ് പൊതുവായും ആക്ഷേപം ഉയർന്നിരുന്നു. ഇത് ഏത് തരത്തിലായിരിക്കും ഇവിടെ വോട്ടിങ്ങിന് ബാധിച്ചിട്ടുണ്ടാവുക? അല്ല, അതിൽ BJPക്ക് ഇവിടെ സ്ഥാനാർത്ഥിയുണ്ട്. മുമ്പ് കോലീബി സഖ്യം ഉണ്ടായപ്പോൾ അവർക്ക് BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിലും BJP അനുഭാവികളുടെ വോട്ടുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ കുത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഗൂഢപദ്ധതിയാണ് വെളിച്ചത്ത് വന്നിട്ടുള്ളത്. അതാണ് ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. കാരണം അവരുടെ പ്രചരണ രീതി നോക്കൂ നിങ്ങൾ. ദേശീയ രാഷ്ട്രീയ വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായിട്ടുള്ള അജണ്ട. മോദി ഭരണത്തെ പുറത്താക്കലാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രചരണ സംവിധാനങ്ങളൊക്കെ അക്രമ രാഷ്ട്രീയം, ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി കൊലയാളിയാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് അവർ നടത്തിയത്. വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിൽ ആക്രമിക്കപ്പെട്ട ഒരാളെ, വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ഒരാളെ, അയാളെ കൊലപാതകയായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണം RSS BJPയെ പ്രീതിപ്പെടുത്താനാണ്. അപ്പോൾ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള RSSനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരുടെ വോട്ട് തട്ടാനുള്ള കോൺഗ്രസിൻ്റെ ഗൂഢപദ്ധതിയാണ് ഇവിടെ നടപ്പാക്കപ്പെട്ടത്. അത് എത്രമാത്രം BJP വോട്ടുകൾ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് എണ്ണിയാലേ നമുക്ക് പറയാനവർ. മറ്റൊന്ന് RMPയുടെ ഒരു കാര്യമാണ്. കാരണം ഇതുവരെ ഇല്ലാത്ത തരത്തിൽ അവർ RMP UDFിന് നേരിട്ട് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ RMPക്കാരെല്ലാം UDFിന് വോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, RMP ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലാതാവാൻ വേണ്ടി പോവാണ്. കാരണം RMPയുടെ സ്ഥാപക നേതാവ് അദ്ദേഹം കോൺഗ്രസിനെതിരായിട്ട് ഉറച്ച നിലപാട് സ്വീകരിക്കും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അടിത്തറ തന്നെ നഷ്ടപ്പെടും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂട്ടിലിട്ട തത്തിയായിട്ട് RMP പ്രത്യക്ഷത്തിൽ തന്നെ മാറിയിരിക്കുകയാണ്. മണ്ഡലത്തിൽ ഉടനീളം കള്ളവോട്ടിന് ശ്രമിച്ചു, അതുപോലെ അത്തരത്തിലുള്ള നടപടികളുമായി LDF മുന്നോട്ട് പോയെന്നാണ് K. മുരളീധരൻ്റെ ആരോപണം. ഇത് എന്ത് മുന്നിൽ കണ്ടിട്ടാണ്? പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണമാണ്. ഏതൊക്കെ കാലത്ത് കോൺഗ്രസിന് പരാജയബോധം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ കള്ളവോട്ട് എന്ന് ആക്ഷേപിച്ചു കൊണ്ടിരിക്കും. അത് സ്ഥിരം പരിപാടിയാണ്. അതിലൊന്നും വലിയ കാര്യമില്ല. ഇവിടെ ഏറ്റവും അവസാനമായി LDF ജയിക്കുമ്പോൾ P. സതീദേവി 1,00,000 വോട്ടിനാണ് ജയിച്ചത്. അതുപോലൊരു മിന്നും വിജയമാണോ ഇക്കുറി ഉണ്ടാകുന്നത്? അല്ല, LDFന് നല്ല ഭൂരിപക്ഷത്തോടെ വിജയമുണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാം. വളരെയധികം നന്ദി. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥി പി ജയരാജൻ ഇപ്പോഴും ഉള്ളത്.